ഈ കാര്യം നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. നിങ്ങൾ സെറ്റ് എക്സാം തയ്യാറെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇനി അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് ജൂലൈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മെയ്, ജൂൺ, ജൂലൈ 3 മാസം സമയമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇനി ലഭ്യമാകുക. ആ ഒരു പ്രിപ്പറേഷൻ്റെ കാലാവധിയിൽ ഇല്ലെങ്കിൽ ആ കാലയളവിൽ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, തയ്യാറെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വരുത്താവുന്നതുമായ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇനിയുള്ള തയ്യാറെടുപ്പിൽ അവ റെക്ടിഫൈ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷുവർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും തയ്യാറെടുക്കുന്നവർ ഇല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന സെറ്റ് ആസ്പിരൻസ് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യം? ഒന്നാമത്തതും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സിലബസിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ്. കാരണം ഇതിൽ പഠിച്ചു തുടങ്ങുന്നവരുണ്ടാകാം, അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നന്നായി പഠിച്ചു പക്ഷേ ചെറിയ രീതിയിലുള്ള കട്ട് ഓഫ് മാർക്ക് അറ്റൈൻ ചെയ്യാതെ പോയവരുണ്ടാകാം. അങ്ങനെ പല പ്രാവശ്യങ്ങളിലായിട്ട് സെറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാകാം. ചിലർ നന്നായിട്ട് തയ്യാറെടുക്കും, ചില സാഹചര്യങ്ങളും കാരണങ്ങളും കാരണം എഴുതാൻ പറ്റാതായി പോകുന്നവരുണ്ടാകും. അപ്പോൾ ഇവരൊക്കെ ചെയ്തു പോകുന്നതും ഇല്ലെങ്കിൽ ചെയ്യാൻ ചാൻസ് ഉള്ളതുമായ ഒരു തെറ്റാണ് പ്രധാനമായിട്ട് സിലബസ് കൃത്യമായ രീതിയിലല്ലാതെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ പലരും ചിന്തിക്കും, സിലബസിൽ തന്നത് എല്ലാം പഠിക്കണ്ടേ, എല്ലാം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സെൽഫ് റിഫ്ലെക്സീവ് ക്വസ്റ്റ്യനാണ്. നമ്മളെക്കൊണ്ട് എല്ലാം പഠിക്കാൻ പറ്റുമോ, അതോ നമ്മൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? ആ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനാണ് ഏറെ പ്രാധാന്യം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തിയെ കൊണ്ടും പൂർണ്ണമായിട്ടും സിലബസ് പൂർത്തീകരിച്ച് ഈ ഒരു കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ കാലയളവിൽ പഠിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾ പ്രത്യേകിച്ച് അതിനാണ് ഇവിടെ ഞാൻ സെറ്റ് ഇംഗ്ലീഷ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം സെറ്റ് ഇംഗ്ലീഷിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 3 വരെ എന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. ഫ്രം ചോസർ ടു പോസ്റ്റ് മോഡേൺ ഏജ് ആണ് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രധാനപ്പെട്ട അവയിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് അതാണ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ കാക്സ്റ്റം പ്രിൻറ്റിംഗ് പ്രസ്സിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. പിന്നെ സ്പെൻസറിനെ പറ്റി പറയുന്നുണ്ട്, ചോസറിനെ പറ്റി പറയുന്നുണ്ട്, ചോസർ കണ്ടംപററീസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതിൽ ഏതൊക്കെ പഠിക്കണം, ഇതെല്ലാം പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഏരിയ നിർബന്ധമായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾ PSC തയ്യാറെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതേ ഒരു മെത്തേഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാറുണ്ട്. അവിടെ ഈ പറയപ്പെടുന്ന സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓരോ സിലബസിലും തന്നിരിക്കുന്ന ഓരോ ടോപ്പിക്കിനും താഴെ തന്നിരിക്കുന്നതിൽ പ്രധാനപ്പെട്ടവ, കാരണം ഈ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, ഇതിന് മുമ്പുള്ള പരീക്ഷകളിൽ നിർബന്ധമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്. അങ്ങനെയുള്ള ഏരിയാസിനെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ഏരിയ എന്നും മനസ്സിലാക്കാറുള്ളത്. സോ അങ്ങനെയുള്ള ഏരിയാസ് നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സിലബസ് പഠിച്ചു തുടങ്ങുക. അതിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും പഠനം നടത്തുന്നവരായാലും ഇനി പുതുതായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചുമതല. രണ്ടാമത് പ്രധാനപ്പെട്ട നിങ്ങൾ വരുത്താവുന്ന ചാൻസ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ചിലരെന്ത് ചെയ്യും, സിലബസ് കംപ്ലീറ്റ് നോക്കി പഠിച്ചിട്ട് പോകും. പക്ഷെ അവർ ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പഠിച്ച് തീരുന്നത് എപ്പോഴായിരിക്കും, യഥാർത്ഥ സെറ്റ് എക്സാമിന് തലേ ദിവസം ആയിരിക്കും ഇവരെല്ലാം പഠിച്ച് തീരുക. അതായത് പണ്ട് മുതലേ പ്രിപ്പറേഷൻ തുടങ്ങി, പക്ഷേ തയ്യാറെടുപ്പ് ഓരോ ദിവസം ഓരോ ടൈം ടേബിളൊക്കെ വെച്ച് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അവർ ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ PYQ കൃത്യമായ രീതിയിൽ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ PYQ എലിമിനേഷനാണ്. അതായത് നിങ്ങളുടെ പഠനങ്ങളിൽ സിലബസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സബ്ജക്റ്റ് ഏരിയ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതേസമയം ആ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാതെയോ ഇല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് നിർബന്ധമായി നിങ്ങളുടെ പഠന രീതിയെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് ഒരിക്കലും നിങ്ങൾ വരുത്തരുത് ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ. കാരണം നമുക്കറിയാവുന്ന പോലെ 3 മാസം സമയമേ നിങ്ങൾക്ക് മുന്നിൽ ഇനി അടുത്ത സെറ്റ് എക്സാമിനുള്ളൂ. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ചിലർ ശ്രദ്ധിക്കുക, നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠനം തുടങ്ങുന്നവരുണ്ടാകാം. അപ്പോൾ അവരായാലും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യം, സിലബസ് വാരി എല്ലാം വലിച്ച് പഠിക്കുന്ന രീതി ഒഴിവാക്കിയിട്ട്
പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഹോട്ട് ടോപ്പിക്സ് നോക്കി വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. രണ്ടാമത് PYQ നിർബന്ധമായിട്ട്, ഇപ്പോൾ സിലബസ് പൂർണ്ണമായി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം പ്രധാനപ്പെട്ട എല്ലാ വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ സെറ്റ് ഇംഗ്ലീഷ് ആയാലും മറ്റേത് പേപ്പർ ആയാലും ജനറൽ പേപ്പർ ആയാലും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഹോട്ട് ടോപ്പിക്സ് എങ്ങനെ കിട്ടുമെന്ന് പറയാം. ഇപ്പോൾ സെറ്റ് ഇംഗ്ലീഷ് ആണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ സെറ്റ് ജനറൽ പേപ്പർ 1 ആണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ, ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അതുപ്രകാരം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ മനസ്സിലാക്കി ഇതിനു മുമ്പുള്ള വർഷങ്ങളിലെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ രീതികളും മെത്തേഡ്സും അതിന് ഇൻഡെപ്ത് ആണോ അതോ പെരിഫറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ, അതിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസും മറ്റ് മെറ്റീരിയൽസ് എല്ലാം തയ്യാറാക്കി PYQ ആയാലും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ ഒരാഴ്ച. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു മെത്തേഡ് ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ച് നല്ല രീതിയിലൊരു വിജയം നേടാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. താരതമ്യേന കുറഞ്ഞ ഫീസിൽ തന്നെ നമ്മൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഹോട്ട് ടോപ്പിക്സ് വിത്ത് സ്റ്റഡി മെറ്റീരിയൽസ്, ഇല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് വിത്ത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു തുടങ്ങുക. ഈ ഒരു ഏരിയ കൃത്യമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രാവശ്യത്തെ സെറ്റ് എക്സാമിൻ്റെ വിജയം നിങ്ങൾക്കുള്ളതാണ്. സോ ഈ പ്രധാനപ്പെട്ട 2 മിസ്റ്റേക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് നമ്മുടെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഐഡിയാസ് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസും നമ്മുടെ ഈ ഒരു വീഡിയോ കമൻറ്റ് ബോക്സിൽ അയച്ചു തരിക. നമ്മുടെ ജോയിൻ ചെയ്യാൻ ഈ അഡ്മിഷൻസിനെ പറ്റിയൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പർ മുഖേന വാട്സപ്പ് ത്രൂ ആയാലും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ആവാം, ചിലപ്പോൾ എക്സാമുകളാവാം, മോക്ക് എക്സാമുകളാവാം, ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ആ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലിറ്റ്ഷുവർ അക്കാഡമി എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ടെലിഗ്രാം ഫാമിലിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ സമയം കളയുന്നില്ല, ഹോട്ട് ടോപ്പിക്സ് ബാച്ച് എത്രയും പെട്ടെന്ന് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്കുള്ളതാണ്. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷുവർ അക്കാഡമി. താങ്ക് യു.